എവരിവൺ, അപ്പോൾ നമ്മളിതാ ഇന്ന് കാണാൻ പോകുന്നത് കുറച്ച് ബ്രൈഡൽ ബാംഗിൾസ് ആണ്. അത് നമ്മൾ സെറ്റ് ചെയ്ത് കാണിക്കുകയാണ്, കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തിൽ നിങ്ങൾക്കിപ്പോൾ സെറ്റായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിലേത് സെറ്റാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അത് ആ ഒരു സെറ്റായിട്ട് വാങ്ങിക്കാവുന്നതാണ്. അതല്ല സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിളായിട്ട് വാങ്ങിക്കാം. ഇപ്പോൾ കണ്ട സെറ്റിൽ നിന്നും ഏതെങ്കിലുമൊക്കെ എഗെയിൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ബ്രൈഡ്സിന് കൂടുതലായിട്ടൊരു ഐഡിയ കിട്ടാനും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് ഇതാക്കി എടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം കോമൺ ആയിട്ടാണ് എല്ലാവരും പൊതുവെ ബാംഗിൾസ് സെലക്ട് ചെയ്യുന്നത്. ഭയങ്കര റെയർ ആയിട്ടാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ നമ്മുടെ സ്റ്റോറിലൊക്കെ വന്ന് ബ്രൈഡ്സ് ചൂസ് ചെയ്യുന്ന കണ്ടിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഐഡിയ ഉള്ളവർക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കൂടുതൽ പേർക്കും ആ ഒരു ഐഡിയയുടെ കുറവാണുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് യൂണിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ യൂണിക്കായിട്ടുള്ള സെറ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഓരോ സെറ്റ്സും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്തിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് പറയുക. ഓരോന്നും പ്രീമിയം കളക്ഷൻസ് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ കൂടുതലും ബ്രൈഡൽ ബാംഗിൾസ് അല്ലെങ്കിൽ ബ്രൈഡൽ ജ്വല്ലറി, മാലകൾ ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ ഓരോന്നും യൂണിക്കായിട്ടുള്ളത് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരേ പാറ്റേൺ തന്നെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറൻസും നമുക്ക് ഫീൽ ചെയ്യില്ല. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു മാറ്റമായിരിക്കും നമ്മളുടെ എൻറ്റയർ ലുക്കിൽ കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് ഓരോന്നും വാച്ച് ചെയ്തിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.